ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാൻ കാണാൻ പോവുകയാണ്. ഡൽഹിയിൽ കുറച്ച് വർഷങ്ങളായി നമ്മൾ താമസിക്കുന്നത്, എന്നാൽ ഇതുവരെ ഈ ഒരു ഉദ്യാനം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ എന്തായാലും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് സന്ദർശകർക്ക് വേണ്ടിയിട്ട് ഉദ്യാനം തുറക്കുന്നത്. ഇത്തവണ ഫെബ്രുവരി 3 മുതൽ മാർച്ച് 31 വരെയായിരുന്നു ഉദ്യാനം തുറന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോയത് മാർച്ച് 29-ാം തീയതി ഞായറാഴ്ചയായിരുന്നു. അന്ന് നല്ല തിരക്കുമായിരുന്നു കേട്ടോ. ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല കേട്ടോ, പക്ഷേ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. നമ്മൾ നട്ടുച്ച വെയിലത്ത് തന്നെയാണ് ഇറങ്ങിയത്. കാരണം വൈകുന്നേരത്തെ ഒരു 5:15 ആകുമ്പോഴേക്കൊക്കെ എൻട്രി ക്ലോസ് ആക്കും. അപ്പോൾ പിന്നെ നേരത്തെ വന്നാലല്ലേ എല്ലാം കാണാൻ പറ്റുള്ളൂ. വന്നു കഴിഞ്ഞ് നമ്മൾ ബാഗൊക്കെ അവിടെ വയ്ക്കണം. ഉള്ളിലോട്ട് വെള്ളം മാത്രമായിട്ടോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കയറി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയാണ് ദേ അമൃത് ഉദ്യാൻ എഴുതിയിട്ടുള്ള ഈ ഒരു ബോർഡൊക്കെ. ഇങ്ങനെ കളർഫുൾ തന്നെയാണ് കേട്ടോ ഈ ഉദ്യാനം മുഴുവനായിട്ടും. പിന്നെ കാണുന്നതാണ് ഈ ബാൽവാട്ടിക. അവിടെ ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് നമുക്ക് കയറാൻ കളിക്കാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ കയറിയില്ല. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ശീശം ട്രീ ഉണ്ട്. 225 വർഷം പഴക്കമുള്ളത് അത്രേ. അതിലാണ് ആ ട്രീ ഹൗസ് ഉണ്ടാക്കി വെച്ചിരുന്നത് കേട്ടോ. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതുപോലത്തെയുള്ള വാട്ടർ ഫൗണ്ടെയിനുകൾ. കാണാൻ അടിപൊളിയാണ്. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നമ്മൾ രാഷ്ട്രപതി ഭവനാണ് ഈ കാണുന്നത്. രാഷ്ട്രപതി ഭവനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു ഭാഗത്തെയാണ് സെൻട്രൽ ലോൺ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ചതുരാകൃതിയിലാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരേ ആകൃതിയിലുള്ള നടപ്പാതകളും ജലധാരകളും വാട്ടർ ഫൗണ്ടെയിനുകളും എല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് പൂക്കളും അതുപോലെ തന്നെ മരങ്ങളുമെല്ലാം ഈ ഒരു ഭാഗത്തിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട്. മരങ്ങളെല്ലാം ഒരേ ഷേപ്പിലാണ് വെട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഈ ഒരു ഭാഗം സൂപ്പറാണ്. ഈ ഒരു ഏരിയ, അതായത് സെൻട്രൽ ലോണിലാണ് ഇത്ര രാഷ്ട്രപതിൻ്റെ അറ്റ് ഹോം പരിപാടികളൊക്കെ നടക്കുന്നത്. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഋഷിക്കുട്ടന് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം അവനിങ്ങനെ ഇറങ്ങി ഓടണമല്ലോ. അപ്പോൾ തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ ഇങ്ങനെ നടത്തിക്കുന്ന സമയത്ത് പിന്നിൽ വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണല്ലോ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുറച്ചൊരു വാശിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള വെള്ളമൊക്കെ കൊടുത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകായിരുന്നു കേട്ടോ അവനെ. അമൃത് ഉദ്യാൻ്റെ പേര് ആദ്യം മുഗൾ ഗാർഡൻ എന്നായിരുന്നു. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. 2023 ജനുവരി 28-നാണ് മുഗൾ ഗാർഡൻ എന്നുള്ള പേര് മാറ്റി അമൃത് ഉദ്യാൻ എന്നുള്ള പേര് നൽകിയത്. ഏകദേശം 15 ഏക്കറിലാണ് ഈ ഒരു ഉദ്യാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പൂക്കളും മരങ്ങളും പ്രകൃതിനെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും അമൃത് ഉദ്യാനിലെ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അത്രയും ഭംഗിയോടെയാണ് ഈ ഒരു ഉദ്യാനം സൂക്ഷിക്കുന്നത്. എവിടെ നോക്കിയാലും നീറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉദ്യാനം ഇത്രയും മനോഹരമാക്കി വെക്കുന്നതിൽ എത്ര പേരുടെ അധ്വാനം ഉണ്ടായിരിക്കും അല്ലേ. ഇനി ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന അടുത്ത മനോഹരമായൊരു ഭാഗമാണ് ലോങ് ഗാർഡൻ. ലോങ് ഗാർഡൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ വേറൊരു പേരും കൂടിയാണ് പർദ ഗാർഡൻ എന്നും പറയും. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പല നിറങ്ങളിലുള്ള റോസാപ്പൂക്കളാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചുവന്ന മൺകല്ലിൽ നിർമ്മിച്ച ഒരു പന്തലുണ്ട് കേട്ടോ ഇവിടെ. ആ തൂണുകൾക്കെല്ലാം ആനയുടെ തുമ്പിക്കൈൻ്റെ ആകൃതിയിലാണ് അത് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പന്തലിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വള്ളിച്ചെടികളൊക്കെ പടർന്ന് പന്തലിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലത്ത് കൂടെ നടക്കുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. കാരണം അത്രയും ചൂടാണ്. അതിൻ്റെ അടിയിൽ കൂടെ വരുമ്പോൾ നല്ല തണുപ്പായിരുന്നു. കുറച്ച് നേരം നമ്മളവിടെ നിന്നു. ഇനി നമ്മൾ കാണുന്നതാണ് സർക്കിൾ ഗാർഡൻ. ഇതാണ് അമൃത് ഉദ്യാനത്തിൻ്റെ അടുത്ത മനോഹരമായൊരു ഭാഗം. ഇവിടെ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല നിറങ്ങളിലുള്ള പല പൂക്കളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നടുവിലൊരു വാട്ടർ ഫൗണ്ടെയിനും ഉണ്ട്. ഇതിങ്ങനെ ഒരു സർക്കിൾ ആകൃതിയിലായതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റി കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്.
നമ്മൾ നിൽക്കുന്നതിൻ്റെ സൈഡിലൊക്കെ നല്ല ഹൈറ്റിലുള്ള ഡാലിയ ചെടികളാണ് ഉണ്ടാക്കിയത്. അതെല്ലാം പൂക്കളും ഉണ്ട്. ഈ ഒരു ഉദ്യാനം പേര് പോലെ തന്നെ അമൃതം പോലൊരു ഉദ്യാനം തന്നെയാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണും മനസ്സെല്ലാം നിറയും, അത്രയും കളർഫുള്ളാണ്. ആരെങ്കിലും അമൃതോദ്യാനം കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ തന്നെ വരുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതാകുമ്പോൾ ക്ലൈമറ്റും നല്ലതായിരിക്കും, തണുപ്പാണ്. ആ സമയത്ത് ടൂലിപ്സൊക്കെ കാണാൻ പറ്റും. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.